ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് വെച്ചിട്ട് ഓണത്തിൻ്റെ ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഓണമാകുമ്പോൾ നമ്മൾ കോംബോ ഓഫറുകളാണ് കൂടുതലും തരുന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ സിംഗിളായിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ തരുന്നത്. കുറേ പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്, ഏതൊക്കെ പ്ലാൻസ് ആണ് നമ്മൾ അയച്ചു തരുന്നതെന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. പിന്നെ ഓണം ആയാലും എന്തായാലും നമ്മൾ തരുന്ന ഏറ്റവും വലിയ ഓഫർ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് നല്ല പാക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെ നമ്മൾ വാങ്ങുന്ന പ്ലാൻസിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് ഉണ്ട് എന്ന് നമുക്കും കൂടി അറിയണമെങ്കിൽ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയോ അല്ലെങ്കിൽ അൺബോക്സ് ചെയ്ത് വെച്ച ഉടനെ ഫോട്ടോയോ അയച്ചു തരണം. അപ്പോൾ ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ നമ്മളത് നെക്സ്റ്റ് ഓർഡറിൽ തരും, അല്ലെങ്കിൽ പിന്നെ അയച്ചു തരും കേട്ടോ. ഇനി നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് നോക്കാം. ഇത് ഫയർ ക്രാക്കറിൻ്റെ റെഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ വൈറ്റും ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇത് റെഡാണ്, റെഡിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, ഒരുപാട് വലുതല്ല. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇത് ക്ലോറോഫൈറ്റം പ്ലാന്റ് ആണ്. ക്ലോറോഫൈറ്റം നമുക്കറിയാം, ഈ സ്പൈഡർ പ്ലാന്റ് ഇല്ലേ, അതുപോലെ സൈഡിലൂടെയെല്ലാം ഇങ്ങനെ അതിൻ്റെ ആ ഒരു പഫ് വന്നിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ ബോർഡറിൽ നല്ല ഷെയ്ഡും ഉണ്ട്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ചൈനീസ് റെയിൻ ലില്ലിയാണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ്, അല്ലെങ്കിൽ ഒരു റോസ്, കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള റോസ് ഷെയ്ഡിലാണ് ഇതിൽ നിറയെ പൂക്കൾ തരുന്നത്. അതായത് ഇതുപോലെ ഉണ്ടാവും. നല്ല മഴക്കാലത്തും നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവും. എല്ലാ സീസണിലും മനോഹരമായിട്ട് പൂക്കൾ തരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് 70 രൂപയാണ്. ഇനി അടുത്തത് ഈ കാണുന്ന മിക്കി മൗസിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവേഴ്സ് മിക്കി മൗസ് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് മിക്കി മൗസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിന് 130 രൂപയാണ് നമുക്ക് ഓഫറിൽ റേറ്റ് വരുന്നത്. ഇതാണ് ഏഞ്ചൽ വിങ് ബിഗോണിയ. നല്ലൊരു ഫ്ലവറിങ് ബിഗോണിയാണ്. നല്ലൊരു റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ഡോട്ട്സ് വരുന്ന ലീഫാണ്. 90 രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ ഒരു ചെടിക്ക് റേറ്റ് വരുന്നത്. ഇത് ലെഗസ്റ്റോമിയയുടെ പിങ്കാണ്, അല്ലെങ്കിൽ ക്രേപ്പ് മേർട്ടിൽ മെയ് ഫ്ലവർ എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 160 രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടിക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഒരു ഫിംഗർ പ്ലാന്റ് ആണ്. ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വളരുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ബുഷായിട്ട് നമുക്ക് വലിയ പോട്ടിൽ വെച്ച് വളർത്താൻ പറ്റുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ് ചെറിയ പ്ലാന്റ്സ് ഉണ്ടാവുക. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു തളുപ്പ് ഇലകൾ വരുമ്പോൾ നല്ലൊരു ഡാർക്ക് റെഡ് ഷെയ്ഡാണ് വരുന്നത്. അപ്പം അതും ഈ ഒരു ഇളം പച്ച ഇലയും അതിൻ്റെ ബോർഡറിലൊരു ഡാർക്ക് കളറും എല്ലാം കൂടി വരുമ്പോൾ നല്ല ഭംഗിയാണ്. 80 രൂപയാണ് ഈ ഒരു ഫിംഗർ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് സ്നോ റോസിൻ്റെ വെറൈറ്റീസ് കാണാം. ഇത് നമുക്ക് ബോൺസായി ആയിട്ടും വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഒരു ലൈറ്റ് റോസ് ഷെയ്ഡ് വരുന്ന ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിലൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട്. 70 രൂപയാണ് ഈ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത്. ഇനി വരുന്നത് വൈറ്റിൻ്റെയും സിംഗിൾ പെറ്റലിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയും ലീഫിൽ ഷെയ്ഡ് വരുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. കുറച്ചും കൂടി വലിപ്പമുള്ള ലീഫാണ്. നല്ലൊരു ഷെയ്ഡും ലീഫിലുണ്ട്. നല്ല പ്യുവർ വൈറ്റ് കളറിലാണ് ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവുന്നത്. നല്ല വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നനവിൽ വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഇതിനും 70 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്നോ റോസിൻ്റെ തന്നെ ഡബിൾ പെറ്റലിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. വൈറ്റ് ഫ്ലവറാണ്. ലീഫിൽ പ്രത്യേകിച്ച് ഷെയ്ഡൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക. ഇതിനും സെയിം നമുക്ക് 70 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ബേബി സൺറോസ്. അതിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഈ കാണുന്നത്. ഫ്ലവർ സെയിം കളർ തന്നെയാണ്, പക്ഷേ ലീഫ് നല്ല ഭംഗിയാണ്. വൈറ്റ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട്. ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സൈസാണ് പ്ലാന്റിന് ഉണ്ടാവുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ്. ഈ പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇത് മരാന്തയുടെ ഒരു വെറൈറ്റിയാണ്, അല്ലെങ്കിൽ കലാത്തിയ. നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിൻ്റെ അധികം പ്ലാന്റ്സ് ഇല്ല, കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 70 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തതും ഒരു കലാത്തിയ വെറൈറ്റി തന്നെയാണ്. ഇതുപോലെ കുറച്ച് ലോങ് ആയിട്ട് ഈ ഒരു സ്റ്റെമ്മിന് ലെങ്ത്ത് വരുന്ന വെറൈറ്റിയാണ്. 70 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്നത് പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡോട്ട് വരുന്ന കലാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത്. ഇത് കുറച്ച് സ്ലോ ആയിട്ട് മാത്രമാണ് ഗ്രോത്ത് ആവുള്ളൂ. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്.
ഇനി അടുത്തത് പീസ് ലില്ലിയാണ്. പീസ് ലില്ലിയുടെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ്. ഇത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് കലാഡിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ലൊരു ലൈറ്റ് കളറാണ് ഈ കലാഡിയത്തിന് വരുന്നത്. നല്ല ലീഫൊക്കെ വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ചെമ്പകത്തിൻ്റെ നല്ലൊരു ഓറഞ്ച് പോലത്തെ ഷെയ്ഡാണ്. ഒത്തിരി ഡാർക്ക് ഓറഞ്ച് അല്ല, യെല്ലോ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 230 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. നല്ലൊരു റെഡും ഓറഞ്ചും ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കളറാണ്. ഫ്ലവർ നോർമലി നമ്മൾ കാണുന്ന സൺറോസിലുള്ളതുപോലെ തന്നെയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ബ്ലാക്ക് ലോക്കസ്റ്റ് എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ലൊരു ലൈറ്റ് റോസ് കളറിൽ നമ്മുടെ കണിക്കൊന്നയിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നത് പോലെ ചെറിയ പൂക്കളാണ് ഉണ്ടാവുന്നത്. 70 രൂപയാണ് പ്ലാന്റ് റേറ്റ്. ഇത് സ്മോക്കിംഗ് പ്ലാന്റ് അല്ലെങ്കിൽ പെല്ലിയോണിയ എന്ന് പറയുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്മോക്കിംഗ് പ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം ഇതിൽ ഫ്ലവർ വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് ടച്ച് ചെയ്താലോ അല്ലെങ്കിൽ നനയുമ്പോഴൊക്കെ സ്മോക്ക് വരും. ആ ഒരു പൂമ്പൊടി പറന്നു പോകുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഹാങ്ങിങ് പോട്ടിൽ വളർത്താം. ഇനി ബേബി ടിയാസ് എന്ന് പറയുന്ന പ്ലാന്റാണിത്. കുഞ്ഞു ലീഫായിരിക്കും ഉണ്ടാവുന്നത്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ജിഫി ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു പ്ലാന്റാണ്. 40 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് ഏഞ്ചൽ വിങ് ബിഗോണിയയുടെ നല്ല ഡാർക്ക് ലീഫ് വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി പ്ലാന്റ് ആണുള്ളത്. 70 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഫിറ്റോണിയയുടെ പോട്ടിലുള്ള കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നിനും ഫിറ്റോണിയ പോട്ട് നമ്പർ 1, ഫിറ്റോണിയ പോട്ട് നമ്പർ 2 അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാന്റിന് 60 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യുന്നവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ആ ഒരു നമ്പർ അയച്ചാലും മതി. FP56 അങ്ങനെ ഓരോ നമ്പേഴ്സ് കാണുന്നില്ലേ, ആ നമ്പേഴ്സ് അയച്ചാൽ മതി. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും എനിക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു നമ്പറും കൂടി നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. നല്ല ബുഷായിട്ടുള്ള നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഫിറ്റോണിയയുടെ പോട്ട് സൈസ് മാത്രമാണ് കേട്ടോ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഈ സൈസിൽ നമുക്ക് 12 വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെറിയ ചെറിയ ഡിഫറൻസിൽ നല്ല അടിപൊളിയായിട്ടുള്ള 12 വെറൈറ്റി ഫിറ്റോണിയാസാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ തരുന്നത്. ഇനി അടുത്തത് ഐപ്പോമിയ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ കാർഡിനൽ ക്രീപ്പർ എന്ന് പറയും. ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ക്രീപ്പർ പ്ലാന്റ് ഉണ്ടാവുക. പോട്ടിൽ അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റാണുള്ളത്. ഇപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുള്ള പ്ലാന്റാണ്. അല്ലെങ്കിൽ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആകുമ്പോൾ ഫ്ലവർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലീഫൊക്കെ വരുന്ന നല്ല അടിപൊളി പ്ലാന്റാണ്. അപ്പോൾ ഇത് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ ഉണ്ടാവുന്നത്. പക്ഷെ ഉള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചെറുതില്ല കേട്ടോ. കുറേ പേര് ചെറുത് ചോദിക്കാറുണ്ട്. ചെറുത് നമുക്കില്ല. ഈ ഒരു വലുത് മാത്രമേ ഉള്ളൂ. ഇതിന് ഒത്തിരി ലെങ്ത്ത് വന്നതാണ്. വള്ളികൾ ഇതുപോലെ ചുറ്റി കെട്ടിയിട്ടുള്ളതാണ്. ഇതിന് 500 രൂപ റേറ്റ് വരുന്നത് കേട്ടോ. നമ്മുടെ അഗ്ലോണിമ ലിപ്സ്റ്റിക്കൊക്കെ പോലെ തോന്നുന്ന നല്ലൊരു ഡ്രസ്സീനയാണ്. 160 രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് വെർണിക്ക എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നല്ല അടിപൊളിയാണ് കാണാനൊക്കെ. നല്ല കട്ടിയുള്ള തണ്ടൊക്കെയാണ്. 140 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് കടമ്പയുടെ ഡോർഫ് വെറൈറ്റിയാണ്. ഒത്തിരി ഹൈറ്റ് വയ്ക്കില്ല. നല്ലൊരു വൈറ്റും യെല്ലോയും ഷെയ്ഡിലാണ് ഫ്ലവർ ഉണ്ടാവുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഓർഡിനറി ബോട്ടിൽ ബ്രഷിൻ്റെ റെഡാണ്. ഈ സൈസ് പ്ലാന്റ് കുറച്ച് ഹൈറ്റ് വയ്ക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാവും, സ്പ്രെഡ് ചെയ്യും. അപ്പോൾ റെഡും വൈറ്റും ഉണ്ട് നമുക്ക് ഇതുപോലെ. ഒരു പ്ലാന്റിന് 70 രൂപ വെച്ചിട്ടാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഓരോ കിലോ പ്ലാന്റ്സ് എടുക്കുമ്പോഴും നമുക്ക് എക്സ്ട്രാ കൊറിയർ ചാർജ് മാത്രം വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ 70 രൂപയ്ക്ക് തരുന്നത്. ഇതൊരു പുതിയ വെറൈറ്റി സ്റ്റാർ ജാസ്മിനാണ്. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാർ ജാസ്മിൻ എല്ലാ സമയത്തും ഒരുപോലെ ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ്. നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. 80 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് നാനോക്കിൻ്റെ പ്ലാന്റാണ്. 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് യുജീനിയാണ്. യുജീനിയയുടെ മിനിയേച്ചർ വെറൈറ്റിയാണ്.
ഇതുപോലെ ചെറിയ ഗ്രോ ബാഗിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. യുജീനിയയുടെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയും നമുക്ക് അവൈലബിൾ ആണ്. അത് ഇതുപോലെയാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ്. ഇതിന് 100 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. നല്ല പ്ലാന്റാട്ടോ. ഇനി അടുത്തത് ഗൾഫീമിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിന് നല്ല യെല്ലോ കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നമ്മൾ അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതിന് 120 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ലെഗസ്റ്റോമിയ പ്ലാന്റിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ. വൈറ്റ് അങ്ങനെ അധികം കാണാറില്ലാത്തൊരു പ്ലാന്റാണ്. 120 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ബോൾസം പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് 90 രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത്. പക്ഷേ ഇത് 10 എണ്ണത്തിൻ്റെ കോംബോ സെറ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ 850 രൂപ റേറ്റിലാണ് നമ്മൾ അയക്കുന്നത്. സിംഗിളായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര എണ്ണമാണോ അതിന് 1 കിലോൻ്റെ കൊറിയർ ചാർജ് കൂടി എക്സ്ട്രാ വരും. പക്ഷെ നമ്മൾ കോംബോ ആയിട്ട് എടുക്കുമ്പോൾ മൊത്തം നമുക്ക് 850 രൂപയ്ക്ക്, അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെ നമുക്ക് 850 രൂപയ്ക്ക് ഈ ഒരു സൈസിലുള്ള നല്ല പ്ലാന്റ്സ് കിട്ടും. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വരുന്നത്. നല്ല സൈസുള്ള നല്ല അടിപൊളിയായിട്ട് ഓരോ ഒരു ഇതുണ്ടല്ലോ, നോട്ട്സ് ഉണ്ടല്ലോ, അതിൽ നിന്നും ബ്രാഞ്ചസ് ഒക്കെ തളുത്ത് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത്. ഇതുപോലെ ഗ്രോ ബാഗ് സൈസിലുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സോയിലിൽ വരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒത്തിരി വളങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുകിപ്പോവും. അതെത്ര ചെറിയ പ്ലാന്റ്സ് വാങ്ങിയാലും വലിയ പ്ലാന്റ്സ് വാങ്ങിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചൈനീസ് ബോൾസത്തിന് ഓവറായിട്ട് ഫെർട്ടിലൈസ് ചെയ്യരുത് നമ്മൾ. പിന്നെ ഓവർ നനവ് വേണ്ട, പക്ഷേ മീഡിയം നനവ് വേണം. നനവ് എപ്പോഴും നോക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. കളേഴ്സ് കാണിക്കാനും പ്ലാന്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് കാണാനും വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ട് ഇത് കാണിക്കുന്നത് തന്നെ. ഇതുപോലെ വരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് ആവശ്യമുള്ളവർക്ക് വാങ്ങാം കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഗണപതി നാരങ്ങയാണ് കേട്ടോ. ഇത് നമ്മൾ ഇതുവരെ വീഡിയോസിലൊന്നും കാണിക്കാത്തൊരു പ്ലാന്റാണ്. ഇതിന് 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. CC പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ബ്ലാക്കിന് 140 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി ഗ്രീനിന് 120 രൂപയാണ് ഈ സൈസിൽ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഷെയ്ഡ് വരുന്ന വെറൈറ്റി ഉണ്ട്. ഇതിന് 160 റേറ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഫിഷ് ബോൺ കാക്ടസിൻ്റെ ജിഫി സൈസ് പ്ലാന്റ് ആണ്. 80 രൂപയാണ് നമുക്ക് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതൊരു ബാംബു ഓർക്കിഡാണ്. ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്ന പോലെയാണ്. 120 രൂപയാണ് റേറ്റ്. ഇത് നമ്മുടെ ക്രീപ്പർ ടൈപ്പിലുള്ളൊരു ബിഗോണിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. അത്യാവശ്യം ലെങ്ത്ത് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതാ ഈ കാണുന്നത് പോലെ ക്രീപ്പ് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഇതിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് അലുമിനിയം പ്ലാന്റ് ആണ്. നല്ലൊരു പീലിയ പോലത്തെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അലുമിനിയം പ്ലാന്റ്. അതിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ്. 50 രൂപയാണ് ജിഫി പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് എപ്പീഷ്യയുടെ യെല്ലോ കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഇതുപോലെയാണ് പ്ലാന്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും. ജിഫി സൈസ് ആയിരിക്കും. 80 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഡോൾഫിനാണ്. സ്ട്രിങ് ഓഫ് ഡോൾഫിൻ എന്ന് പറയുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. റേറ്റ് 50 രൂപയാണ്. ഇത് സിങ്കോണിയത്തിൻ്റെ മിൽക്ക് കോൺഫെറ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. 120 റേറ്റ്. ബാക്കി സിങ്കോണിയങ്ങളെല്ലാം പോട്ടിലുള്ളതിന് 80 രൂപയാണ്. ബാക്കി കുറച്ച് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട്. ഒരു ലെമൺ യെല്ലോ, വൈറ്റിൻ്റെ തന്നെ 2 ഷെയ്ഡ്, പിന്നെ സിങ്കോണിയത്തിൻ്റെ ഈ കാണുന്ന പിങ്ക് നിയോൺ എന്ന് പറയുന്ന വെറൈറ്റിയൊക്കെ വരുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് എലഫൻറ്റ് ലീഫ് ആന്തൂറിയാണ്. ഇതിന് 550 രൂപ റേറ്റ് വരുന്നുണ്ട്. വലിയ പ്ലാന്റാണ്. അതുപോലെ തന്നെ ഇതൊരു പുതിയ കലാത്തിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ഇതിൻ്റെ പേര് പ്രിൻസസ് ഡാലിയ എന്നാണ്. ഇതിന് നമുക്ക് 500 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ കാണുന്ന നല്ല മഞ്ഞ നിറത്തിൽ പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണ് യെല്ലോ കോട്ടൺ ക്യാൻഡി. നമുക്ക് പൂക്കളുണ്ടാകുമ്പോഴേക്ക് ഇലയൊക്കെ പൊഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. 150 രൂപയാണ് റേറ്റ്. ഇത് മാൻഡിവില്ല പ്ലാന്റ്സ് ആണ്. മാൻഡിവില്ലയുടെ 3 വെറൈറ്റി പ്ലാന്റിന് 420 രൂപ കോംബോ ഓഫറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ഉണ്ട്. ഇത് വേണ്ടവർക്ക് ഈ പ്ലാന്റും വാങ്ങാവുന്നതാണ്. കോംബോ ഓഫറിൽ തരുന്നതിന് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൈസ് കുറവാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 130, 120, 80 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇത് ഫയർ ക്രാക്കറിൻ്റെ വൈറ്റ് ആണ് കേട്ടോ. ഇതുപോലെ നിറച്ച് പൂക്കളുണ്ടാവും. നല്ല അടിപൊളി വൈറ്റ് കളറിൽ വരുന്ന പ്ലാന്റാണ്. 120 രൂപയാണ് ഈ സൈസിന് റേറ്റ് വരുന്നത്. ഡബിൾ പെറ്റലിൽ പൂക്കളുണ്ടാകുന്ന മധുമാലതിക്ക് 400 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് ഒരു ഡെയ്സി പ്ലാന്റ് ആണ്. ആഫ്രിക്കൻ ഡെയ്സി എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്.
അപ്പോൾ ഇത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ പ്ലാന്റ് ഫ്രൈസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. 70 രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നത് പോലെയാണ് ഉണ്ടാവുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് മിനിയേച്ചർ യുജീനിയയുടെ കുറച്ചിങ്ങനെ ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 110 രൂപ റേറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതുപോലെ സൈസ് ഉണ്ടാവും നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റിന്. ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ്റെ ഒരു വെറൈറ്റിയാണ്. നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിൽ ലീഫ് വരുന്ന പ്രിൻസ് ഓഫ് ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ജിഫി സൈസ് പ്ലാന്റ് ആണ്. 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ഏഞ്ചൽ വിങ് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ഓറഞ്ച് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ജിഫിയിലാണ് പ്ലാന്റ് ഉള്ളത്. ഇതൊരു പെപ്പറോമിയ പോലത്തെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇത് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. നമ്മളിതിൻ്റെ 3 പ്ലാന്റിൻ്റെ, അതായത് 3 കളറിൻ്റെ സെറ്റായിട്ടാണെങ്കിലും കൊടുക്കും. അപ്പോൾ ഈ ഒരു സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് 150 രൂപയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ്. വൈറ്റും റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറും റോസ് മിക്സ് ആയിട്ടുള്ള ഒരു കളറും കൂടിയാണ് ഈ ഒരു പെപ്പറോമിയയുടെ കോംബോ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഒരു ബോർഡർ പ്ലാന്റ് ആണ് കേട്ടോ. ഇതാണ് ബോർഡർ പ്ലാന്റിൻ്റെ സൈസ്. 30 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ. ഇത് റയോ ആണ്. റയോ പ്ലാന്റിൻ്റെ ഈ ഒരു ഗോൾഡ് പോലത്തെ കളർ വരുന്നതുകൊണ്ട്, ഗ്രീൻ കളർ വരുന്നതുകൊണ്ട് 40 രൂപയാണ് ഓരോന്നിനും റേറ്റ് വരുന്നത്. ഇനി അടുത്തത് മാൻഡുവില്ലയുടെ പോട്ടിൽ വരുന്ന പ്ലാന്റ് ഉണ്ട്. ചെറുതല്ല, നല്ല വലിപ്പമുള്ള പ്ലാന്റ്. ഇതിൻ്റെ പിങ്കിന് നമുക്ക് 290ഉം റെഡിന് 300 രൂപയുമാണ് റേറ്റ് വരുന്നത്. പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നത് പോലെ തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്നത് ബൊഹീനിയ പ്ലാന്റ് ആണ്. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ബൊഹീനിയയുടെ ചെറിയ പ്ലാന്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. വലിയ പ്ലാന്റ് തീർന്നു. 250 രൂപയാണ് റേറ്റ്. ഇനി നമുക്ക് റോസിഡോ പ്ലാന്റ്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് കാണാം കേട്ടോ. ഇതാണ് റെഡ് റോസിഡോ. നല്ല ഭംഗിയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. 100 രൂപയാണ് ഈ കളറിന് റേറ്റ് വരുന്നത്. ഇനി യെല്ലോ കളറിലുള്ള റോസിഡോ പ്ലാന്റും ഉണ്ട്. നിറയെ പൂക്കളുണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണിത്. എല്ലാ റോസിഡോനേക്കാളും കൂടുതൽ പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. 80 രൂപയാണ് റോസിഡോയിൻ്റെ യെല്ലോയ്ക്ക് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് എല്ലാത്തിൻ്റെയും സെയിം ആണ്. ഇനി വൈറ്റ് റോസിഡോ നമുക്ക് അധികം അങ്ങനെ കാണാൻ കിട്ടാത്തൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. എല്ലാം ചെറുതായിരിക്കുമ്പോൾ തൊട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ബബിൾ പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് 20 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഫിറ്റോണിയയുടെ കുറച്ച് ജിഫി പ്ലാന്റ്സ് ഉണ്ട്. ഇതാ ഞാനിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഓരോന്നിനും 25 രൂപ വെച്ചിട്ടാണ് നമുക്ക് റേറ്റ് വരുന്നത്. നമുക്ക് ഏകദേശം 6 വെറൈറ്റി മാത്രമേ ജിഫി പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പോട്ട് സൈസാണ് കൂടുതലുള്ളത്, ജിഫി സൈസ് വളരെ കുറവേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റീസാണ് നമുക്ക് വരുന്നത്. ഒരെണ്ണം 25 രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ ഈ കാണുന്ന 6 വെറൈറ്റീസാണ് കേട്ടോ ഉള്ളത്. ഇനി അടുത്തത് ഈ കാണുന്ന മരാന്തയുടെ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട് വരുന്ന ഒരു മരാന്തയാണ്. നല്ലൊരു പ്രത്യേക കളറിലാണ് ലീഫ് വരുന്നത്. 70 രൂപ മാത്രമേ ഇത്രയും ബുഷായിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് സെനേഷ്യോ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അല്ലെങ്കിൽ ചിലർ ഇതിന് സിനേറിയ എന്നും പറയാറുണ്ട്. ഈ പ്ലാന്റിന് നമുക്ക് ഒരെണ്ണത്തിന് 30 രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത്. ജിഫി ബാഗിലുള്ള ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പെപ്രോമിയയുടെ, അതായത് ബേബി റബ്ബർ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പെപ്രോമിയ വെറൈറ്റീസ് ഉണ്ടല്ലോ. ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണിത്. 30 രൂപയാണ് റേറ്റ് വരുന്നത്. ലൈറ്റ് ഗ്രീനും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇതിനും 30 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് വാക്സ് ടൈപ്പിലുള്ള ഇംഗ്ലീഷ് ഐവിയാണ്. ചെറിയ പ്ലാന്റ്സ് ആണുള്ളത്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നുള്ളൂ. ജിഫി സൈസാണ്. 30 രൂപ തന്നെയാണ് റേറ്റ് വരുന്നത്. ഇത് അക്യുമിനസ് പ്ലാന്റിൻ്റെ ഓർഡിനറി ആണ്. ഇതിൻ്റെ ഒരു 2-3 കളറൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കളറിന് 30 രൂപ വെച്ചിട്ടാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത്. ഞാൻ ഉള്ള കളറ് ഇവിടെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പ്ലാന്റ് സൈസ് ഈ കാണുന്നത് പോലെയാണ്. ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസുള്ള പ്ലാന്റാണ്. ജിഫി ബാഗിലുള്ള പ്ലാന്റാണ്. 3 കളറുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ഹോയ പ്ലാന്റ്സ് ആണ്. ഹോയയുടെ കുറച്ച് വെറൈറ്റീസ് 40 രൂപ റേറ്റിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ്. ഇതിലൊരു റോസ് മിക്സ് ആയിട്ടുള്ള വൈറ്റ് കളറുണ്ട്, പിന്നെ ഒരു റെഡ് കളറുണ്ട്.
പിന്നെ വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡ് കൂടിയാണ് കേട്ടോ. ഇതൊക്കെ നിറച്ച് പൂക്കളുണ്ടാകുന്ന നല്ല വെറൈറ്റീസാണ്. ഇതാണ് ലാസ്റ്റ് വെറൈറ്റി. ഇങ്ങനെ 3 കളേഴ്സാണ് നമ്മൾ ഈ ഒരു 40 രൂപയ്ക്ക് കൊടുക്കുന്നത്. എല്ലാ വെറൈറ്റീസും ഒരേ റേറ്റ് അല്ല, ബാക്കിയുള്ള വെറൈറ്റീസിനൊക്കെ കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ്. ഈ 3 വെറൈറ്റീസ് മാത്രമേ നമ്മൾ 40 രൂപയ്ക്ക് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് അക്കാലിഫ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പൂച്ചവാലൻ എന്ന് പറയാറുണ്ട്, റെഡ് കാറ്റ് സ്റ്റൈൽ എന്നൊക്കെ ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട്. 25 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇതാണ് കിഡ്നി പ്ലാന്റ്. കുറച്ച് വലിപ്പത്തിൽ ലീഫ് വരുന്ന കിഡ്നി പ്ലാന്റ് ആണ് കേട്ടോ. 50 രൂപയാണ് ജിഫി സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. ഇത് സ്യൂഡോ റിപ്സാലിസ് കാക്ടസ് ആണ്. ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇത്രയും വലിപ്പമില്ല, കുറച്ചും കൂടി ചെറിയ പ്ലാന്റ് ആണ്. 40 രൂപയാണ് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് ഹെൽത്തി ആയി കഴിയുമ്പോൾ ഉള്ള ഫോട്ടോ കേട്ടോ. നല്ല പേൾസൊക്കെ ഇതുപോലെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. ഇത് ക്രിസ്മസ് കാക്ടസിൻ്റെ പോട്ട് സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ. ഒരു 2 to 3 ഷൂട്ട്സ് വരുന്ന പ്ലാന്റ് ആണ്. 70 രൂപയാണ് പ്ലാന്റ് റേറ്റ് വരുന്നത്. നമുക്ക് അതിനകത്ത് തന്നെ 4 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇനി ഇത് ക്രിപ്റ്റാന്തസ് ആണ്. ക്രിപ്റ്റാന്തസിൻ്റെ നോർമലി ഉള്ളൊരു കളറാണ് കേട്ടോ. ഈ കളർ മാത്രമാണ് നമ്മൾ ചെറിയ റേറ്റിൽ കൊടുക്കുന്നത്. 40 രൂപയാണ് ഈ ഒരു വെറൈറ്റിക്ക് റേറ്റ് വരുന്നത്. നേരത്തെ നമ്മൾ വെരിഗേറ്റഡ് ബേബി സൺറോസ് കണ്ടില്ലേ, ഇത് നോർമൽ ബേബി സൺറോസ് ആണ്. ഇതിൻ്റെ ജിഫി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 30 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്, സിങ്കോണിയം ബ്ലാക്ക്. ഇതിന് 30 രൂപയാണ് റേറ്റ്. ഇത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ റെഡ് വെറൈറ്റിയാണ്, റെഡ് കളറിലുള്ള നോർമൽ ലിപ്സ്റ്റിക് പ്ലാന്റ്. ഇതിന് റേറ്റ് വരുന്നത് 30 രൂപയാണ്. ജിഫി ബാഗിലുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്. അടുത്തത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്, ലൈറ്റ് ഒരു ഗ്രീൻ കളറാണ് ഇതിന് വരുന്നത്. ഈ ഒരു കളറിൽ വരുന്ന പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പേൾ ഗ്രാസിൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് ഇതുപോലെ മണ്ണിനോട് ചേർന്ന് പറ്റി പിടിച്ചാണ് വളരുക കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോട്ട് സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൽ തന്നെ നമുക്കൊരു 5-6 ഷൂട്ടൊക്കെ കിട്ടും. ഇനി അടുത്തത് വോൾ ക്രീപ്പറിൻ്റെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഗ്രീനിനെ കഴിഞ്ഞും ഭംഗിയായിട്ട് വരുന്നതാണ് ഈ കാണുന്ന വെരിഗേറ്റഡ് വെറൈറ്റി. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ഫൈക്കസിൻ്റെ ഒരു ഹാങ്ങിങ് വെറൈറ്റിയാണ്. ഫൈക്കസ് റാഡിക്കൻസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര്. ലീഫ് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു വെറൈറ്റിയാണ്. 60 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് സോങ് ഓഫ് ഇന്ത്യയുടെ പ്ലാന്റ് ആണ്. 50 രൂപ മാത്രമേ ഇത്രയും സൈസിലുള്ള വലിയ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഇത് ബോവർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണിത്. നല്ലൊരു ലൈറ്റ് ഷെയ്ഡിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. 50 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതുപോലെയാട്ടോ പൂക്കൾ ഉണ്ടാവുക. നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളാണ്. അടുത്തത് ജേഡ് വൈൻ്റെ ഈ കാണുന്ന നോർമൽ വെറൈറ്റിയാണ്. പച്ച ലീഫ് വരുന്ന നോർമൽ വെറൈറ്റി. 60 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. ലേഡി ഷൂ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. പൂക്കൾ നമ്മൾ നോർമലി കാണുന്നത് പോലെ തന്നെയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ലീഫ് നല്ല ഭംഗിയാണ്. 50 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇതുപോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. ഇത് റെഡ് ഹൈഡ്രാഞ്ചിയാണ്. റെഡ് അത്ര കോമൺ ആയിട്ടുള്ളൊരു ഹൈഡ്രാഞ്ചി അല്ല. ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സിൽ പൂക്കളുണ്ടാകുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ പോട്ട് സൈസാണുള്ളത്. 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് കൊടുവേലിയുടെ വൈറ്റ് ആണ്. 50 രൂപയാണ് റേറ്റ് വരുന്നത്. നീലക്കൊടുവേലി ഇല്ല, അതിൻ്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ. ഇതാണ് ജസ്റ്റീഷ്യ പ്ലാന്റ് കേട്ടോ. നല്ലൊരു റോസ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 35 രൂപയാണ് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ജോൺസ് ക്രീപ്പർ എന്ന് പറയുന്ന നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒരു സെമി ക്രീപ്പറാണ്. 40 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നല്ല മഞ്ഞ കളറിൽ പൂക്കളുണ്ടാകുന്ന അലമാൻ്റെയാണ്. അതിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ. 50 രൂപയാണ് ഈ മിനിയേച്ചർ വെറൈറ്റിക്ക് റേറ്റ് വരുന്നത്. അലമാൻ്റയുടെ തന്നെ റെഡ് ഉണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു മജന്ത കൂടിയ കളറാണ് കേട്ടോ വരുന്നത്. പ്യുവർ റെഡ് കളറല്ല. ഇതിന് 160 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ പീച്ച് കളറുണ്ട്. അതിന് 150 റേറ്റ് വരുന്നത്. ഇനി അലമാൻ്റയുടെ തന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയാണിത്. 160 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. തുമ്പർജിയ ഇറക്റ്റയുടെ വൈറ്റ് ആണിത് കേട്ടോ. വൈറ്റ് അത്ര കോമൺ അല്ല. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് ഉണ്ടാവുന്നത്. 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്.
ഇത് പച്ചിറയാണ്, നല്ല മുടി പിന്നിയതുപോലെ പിന്നി വെച്ചിട്ടുള്ള പ്ലാന്റ്. ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ചെയ്യാം, വളരെ ശ്രദ്ധിച്ച് നമുക്ക് ഇങ്ങനെ മെടഞ്ഞെടുക്കാൻ പറ്റും. നല്ലൊരു പ്ലാന്റാണ്. ഈ സൈസിലുള്ള പോട്ട് സൈസിലുള്ള പ്ലാന്റ് മാത്രമാണുള്ളത്. 750 രൂപയാണ് വിത്ത് പോട്ട് നമുക്ക് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒന്നും പോട്ട് റിമൂവ് ചെയ്യില്ല കേട്ടോ. ഇനി അടുത്തത് വരുന്നത് ബബിൾ പ്ലാന്റിൻ്റെ പോട്ട് സൈസിലുള്ള പ്ലാന്റാണ്. ഇത് കുറച്ചും കൂടി സ്പ്രെഡായിട്ടുള്ള പ്ലാന്റാണ്. 45 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ്. ഈ കാണുന്നതാണ് ജിമിക്കി കമ്മൽ, അല്ലെങ്കിൽ ചിലർ ഇതിന് രുദ്രാക്ഷ പ്ലാന്റ് എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്, രുദ്രാക്ഷത്തിൻ്റെ പ്ലാന്റ് ഇതല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ പൂക്കളുണ്ടാകുന്ന ഇലിയോകാർപ്പസ് എന്ന് കറക്റ്റായിട്ട് പേരുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. 80 രൂപയാണ് ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഏഷ്യാറ്റിക് ജാസ്മിൻ്റെ പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫ് ഫ്ലവർ പോലെ തന്നെയാവും നല്ല സൺലൈറ്റ് വരുമ്പോഴേക്കും. 70 രൂപയാണ് റേറ്റ്. ഇത് കനകാംബരത്തിൻ്റെ റെഡ് വെറൈറ്റിയാണ്. 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. നല്ല അടിപൊളി പ്ലാന്റാണ്. ഇനി അടുത്തത് ഗോൾഡൻ ഗ്ലോബ് എന്ന് പറയുന്ന പ്ലാന്റാണ്. നല്ല റൗണ്ട് ഷേപ്പിൽ നിറച്ചും പൂക്കളുണ്ടാകുന്ന നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന പോലെ സീഡ്സ് ഇല്ലാത്ത മെഡിനില്ല പ്ലാന്റാണ്. നമുക്ക് സാധാരണ ഒരു സീഡിൻ്റെ അടിയിലല്ലേ ഫ്ലവർ വരുന്നത്, ഇതിന് സീഡില്ല. ഇതിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. റോസ് ഗ്ലോറി അല്ലെങ്കിൽ മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്നറിയപ്പെടുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ചെറിയ തൈകൾക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വോൾ ക്രീപ്പറിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഗ്രീൻ കളറാണ് ലീഫിന് വരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു മതിലിൽ പടർത്താൻ പറ്റുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 10 പ്ലാന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിലൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പടർത്തി നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ഇനി അടുത്തത് വാട്ടർ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതും നല്ല വൈറ്റ് കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തതും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഒരു ജാസ്മിൻ വെറൈറ്റിയാണ്. പിച്ചകം എന്നാണ് ഈ ഒരു ചെടിയുടെ പേര് കേട്ടോ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇനി അടുത്തത് വരുന്നത് ബൊളീവിയൻ സൺസെറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ചെറിയ തൈകൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 60 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒട്ടും തന്നെ ചെറിയ ചെടികളില്ലാത്ത ഒരു പ്ലാന്റാണ് ഫിഷ് ബോൺ കാക്ടസ്. ചെറിയ ചെടികളെല്ലാം തീർന്നു, നമുക്ക് വലിയ ചെടികൾ മാത്രമേ ഉള്ളൂ. പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് 130 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് അസാലിയയുടെ ചെടിയാണ്. അപ്പോൾ നമുക്ക് കളറൊന്നും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കളർ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ സൈസ് വരുന്ന പ്ലാന്റിന് നമുക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് ചൈനീസ് ബോൾസും ആണ്. ഇതിൻ്റെ മണ്ണിൽ പിടിപ്പിച്ചിട്ടുള്ള, അതായത് ഗ്രോ ബാഗിൽ ഇതുപോലെ പിടിപ്പിച്ചിട്ടുള്ള തൈയാണ്. അപ്പോൾ ഈ ഒരു ചെടിക്ക് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് കരേസ എന്ന് പറയുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഗ്രീനും വൈറ്റും കൂടി ഷെയ്ഡാണ് വരുന്നത്. ഫ്ലവറൊന്നും ഉണ്ടാവില്ല, ഇതുപോലെ ഭംഗിയായിട്ട് നിന്നോളും. ഈ പ്ലാന്റിന് 120 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്ലാന്റ് അല്ല, നല്ലൊരു പുതിയ വെറൈറ്റിയാണ്. എക്സോകാരിയ എന്ന് പറയുന്ന മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണിത്. ഇതും നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് 100 രൂപ റേറ്റ് വരും കേട്ടോ. ഇത് കമേലി യെല്ലോയാണ്. നല്ല ഡബിൾ പെറ്റലിൽ യെല്ലോ ജാസ്മിൻ പോലെ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ചെറിയ പ്ലാന്റ്സും നമുക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 70 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇത് നമ്മുടെ കാർണിവോറസ് പ്ലാന്റ്, ഇരപിടിയൻ ചെടി. അപ്പോൾ ഇതിൻ്റെ 500 രൂപയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇനി അടുത്തത് ബ്രൈഡൽ ബൊക്കയുടെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്.
ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ വെറും 40 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഓഫറിൽ അയച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസൊക്കെ കറക്റ്റ് കണ്ടില്ലേ, നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ നമുക്കുള്ളത്. അടുത്ത പ്ലാന്റ് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ്. ആഫ്രിക്കൻ വയലറ്റിൻ്റെ ജിഫി സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. 40 രൂപയെ ഇതുപോലെ പൂക്കളുണ്ടാവുന്ന ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഇതുപോലത്തെ പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. ഒരു കളറല്ല, കുറേ കളേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെന്ന് പറയുകയാണെങ്കിൽ അത്രയും കളേഴ്സിലുള്ള പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും. ഐക്യുമെനസിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണിത്. ഇതിൻ്റെ ഒരു പ്ലാന്റിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് അയച്ചു തരൂ കേട്ടോ. ഇത് നോർമൽ മെഡിനില്ല, ഞാൻ ആദ്യം പറഞ്ഞില്ലേ സീഡൊക്കെ വരുന്ന വെറൈറ്റി, അപ്പോൾ അതിൻ്റെ ജിഫി ബാഗിലുള്ള സൈസാണിത്. ഇതിനും 50 രൂപ തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് കുറച്ചും കൂടി വലിപ്പമുള്ള വെറൈറ്റിയാണ്. അടുത്തത് ഹോയയുടെ നൗമണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 70 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ, നല്ല അടിപൊളി പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവുന്ന ഒരു വെറൈറ്റിയാണ്. മെലസ്റ്റോമയുടെ നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണിത്. ഇതിന് നമുക്ക് ഓഫറിൽ 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റി. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. പോട്ടിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തത് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ. ബ്ലൂ ഡേയ്സിൻ്റെ പ്ലാന്റ്സ് നമുക്കറിയാം ഹാങ്ങിങ് പോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ്. ഈ ഒരു കളറിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. നമുക്ക് 40 രൂപ മാത്രമേ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നുള്ളൂ. അടുത്തത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ്റെ പ്ലാന്റ് ആണ്. ഡോൾഫിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ഓരോ ലീഫും ഉണ്ടാവുക. നല്ല രസമാണ് കാണാനായിട്ട്. 50 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ലൊരു വയലറ്റ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു സെമി ക്രീപ്പറാണ് ബിഗ്നോണിയ പ്ലാന്റ്. നല്ല വലിപ്പത്തിലുമാണ് പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ ആയി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് കുറച്ചും കൂടി റേറ്റ് വരുന്നത്. പിത്തേസിലോബിയം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. അത്യാവശ്യം നമുക്ക് ഓർഡർ വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല പിങ്ക് ഷെയ്ഡിൽ ഇതിൻ്റെ ലീഫ് മൊത്തം മാറും. മഴക്കാലം കഴിയുമ്പോഴേക്കും അത്യാവശ്യം ഗ്രോത്തായ പ്ലാന്റ് ആവണം. 330 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് നമ്മൾ നേരത്തെ റെഡ് ക്യാറ്റ് സ്റ്റൈൽ കാണിച്ചല്ലോ, അതിൻ്റെ തന്നെ ഗ്രോ ബാഗിൽ വരുന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിന് നമുക്ക് 50 രൂപ റേറ്റ് വരും കേട്ടോ. ഇതാണ് പവിഴമുല്ല. നമുക്കറിയാം അല്ലേ, പാരിജാതം പോലെ തന്നെ നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. പവിഴമുല്ലയുടെ പ്ലാന്റിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് സൈസ് വരുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിറയെ തളുപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ലെജിസ്റ്റോമിയയുടെ ഈ കാണുന്ന റെഡ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. 80 രൂപയുടെ പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്റ്റോക്ക് തീർന്നു കേട്ടോ. ഇപ്പം നമുക്ക് 100 രൂപ റേറ്റ് വരുന്ന ഈ സൈസിൽ വരുന്ന പ്ലാന്റ്സ് മാത്രമാണുള്ളത്. അടുത്തത് മധുമാലതിയാണ് കേട്ടോ. മധുമാലതിയുടെ സിംഗിൾ പെറ്റിൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ, പക്ഷേ അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത്. ഇത് നോർമലാണ്, ഇത് ഹൈബ്രിഡാണ്. ആ ഒരു കളർ ഡിഫറൻസ് കണ്ടില്ലേ. പിന്നെ ആ പെറ്റൽസിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും ഒക്കെ മാറ്റമുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് 70 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്ത പ്ലാന്റ് ചൈനീസ് ട്രംപറ്റ് വൈൻ ആണ്. ഈ കാണുന്നതാണ് ട്രംപറ്റ് വൈൻ്റെ ഫ്ലവേഴ്സ്. നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സ് കാണാനായിട്ട്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റ് നമ്മൾ 100 രൂപയ്ക്കാണ് അയച്ചു തരാൻ പോകുന്നത്. ഇത് മിക്കി മൗസിൻ്റെ പ്ലാന്റ് ആണ്. 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇല്ല, ഞാനൊരു ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ആയിട്ട് വെച്ചേക്കാം കേട്ടോ. യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് നമുക്ക് 40 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. നിറയെ പൂക്കൾ ഉണ്ടാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഫ്ലവേഴ്സിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്, ലീഫിൽ മാറ്റമുണ്ട് കേട്ടോ. കോവലിൻ്റെയൊക്കെ ലീഫില്ലേ, അതുപോലെയാണ് ലീഫ് ഉണ്ടാവുക. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മൾ 40 രൂപയ്ക്ക് തരാൻ പോകുന്നത്. നോർമലി കാണുന്ന ലേഡി ഷൂ ആണിത്. ലേഡി ഷൂവിൻ്റെ ഈ ഒരു സൈസിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഈ ടൈപ്പിലുള്ള പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് ലോറോ പെറ്റാലം. ലോറോ പെറ്റാലത്തിൻ്റെ പ്ലാന്റ് 100 രൂപയുടെ സൈസിൽ വരുന്ന പ്ലാന്റേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്.
അടുത്തത് ലേഡി ഷൂവിൻ്റെ യെല്ലോ കളറിൽ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. നമുക്ക് പോട്ടിലോ നിലത്ത് തടമെടുത്തൊക്കെ ഈ പ്ലാന്റ്സ് വളർത്താവുന്നതാണ്. പടർന്ന് കയറാൻ ഏതെങ്കിലും ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രം മതി. ഇനി വരുന്നത് ബോട്ടിൽ ബ്രഷ് ആണ് കേട്ടോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ബോട്ടിൽ ബ്രഷ്. ഇതിൻ്റെ ഈ കാണുന്ന സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ, ഒരുപാട് വലുതല്ല. ഇത് നമുക്ക് മതിലിന് പുറത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ്. ഇനി അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ്. യെല്ലോ മെലസ്റ്റോമയുടെ 60 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ദാ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് തളിർപ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമ്മൾ നീലക്കൊടുവേലി കണ്ടിട്ടുണ്ടല്ലേ, അതുപോലെ തന്നെ ഫ്ലവറാണ് റെഡ് കൊടുവേലിക്കും ഉള്ളത്. പക്ഷേ ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. നീലക്കൊടുവേലിയുടെ ലീഫ് കുറച്ചും കൂടി ചെറുതാണ്, റെഡിൻ്റെത് ലീഫ് നല്ല വലിപ്പമുണ്ട്. പക്ഷേ ഫ്ലവർ കറക്റ്റാണ് കേട്ടോ. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പാഷൻ ഫ്ലവർ ആണ്, അല്ലെങ്കിൽ കൃഷ്ണകമലം എന്ന് പറയും. ബ്ലൂ കളറാണിത്. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. അടുത്തത് ചൈനീസ് റെഡ് ഹാറ്റിൻ്റെ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ചട്ടിയിൽ നട്ട് വെട്ടി കുറ്റിയായിട്ട് നിർത്താം. ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവും. 50 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത കാലത്തൊന്നും റേറ്റ് കുറയില്ലാത്ത ഒരു മെഡിനില്ലയുടെ വെറൈറ്റിയാണ് ഈ കാണുന്ന മെഡിനില്ല മാഗ്നിഫിക്ക. നല്ല ഭംഗിയായിട്ടുള്ള, നമ്മൾ കാണുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള മെഡിനില്ല വെറൈറ്റിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് തന്നെ നമുക്ക് 1250 രൂപ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് ഒന്ന് ആലോചിക്കാവുന്നതേ ഉള്ളല്ലോ. നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഹൈഡ്രാഞ്ചിയ, ലൈറ്റ് ബ്ലൂവും റോസും ഒക്കെ വരുന്ന കളേഴ്സിൽ വരുന്ന ഹൈഡ്രാഞ്ചിയ. ആ ഒരു ഹൈഡ്രാഞ്ചിയയ്ക്ക് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ്. അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ വയലറ്റ് ജാസ്മിൻ. വയലറ്റ് ജാസ്മിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണുള്ളത്. ഇനി അടുത്തത് നന്ദ്യാർവട്ടത്തിൻ്റെ ഡബിൾ പെറ്റിൽ വരുന്ന വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഉണങ്ങിയതുപോലെ നിൽക്കുന്ന ഈ ഒരു പ്ലാന്റില്ലേ, ഇത് നല്ല പച്ച ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിന് ഈ കളറാണ് വരുന്നത്. ചുവടുഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഉണങ്ങിയതല്ലാന്ന്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഉണങ്ങി നിൽക്കുന്നത് പോലെ തോന്നുള്ളൂ. ഇതുപോലത്തെ വെറൈറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം. 60 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ലെമൺ വൈൻ ആണ്. ലെമൺ വൈന് നമുക്ക് 45 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ്. ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇതും. ഇനി അടുത്തത് ക്യാറ്റ്സ് ക്ലോ ആണ്. ക്യാറ്റ്സ് ക്ലോയും ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇപ്പോൾ ക്യാറ്റ്സ് ക്ലോയിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. വൈറ്റ് ലോലിപോപ്പിൻ്റെ പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് 40 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. നല്ല വെള്ള കളറിൽ ഒത്തിരി പൂക്കൾ തരുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ ഇത്. അടുത്തത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. ഇതിലും നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാകുന്നത്. വിരിഞ്ഞു വരുന്ന പൂക്കളല്ല, മ്യൂസിക്കൽ നോട്ട്സ് പോലെ തന്നെ ഇതുപോലെ ഫ്ലവേഴ്സ് വിരിയും. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നമുക്ക് 60 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ്റെ പ്ലാന്റ്സ് ആണ്. ഇത് മഡഗാസ്കറിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി എന്നും പറയുന്നുണ്ട്. പക്ഷേ രണ്ട് പ്ലാന്റ്സിനും തമ്മിൽ വലിയ സിമിലാരിറ്റി ഇല്ല. ഇത് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ്. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലിൻ്റെ കാര്യത്തിൽ രണ്ട് പ്ലാന്റ്സും നല്ല അടിപൊളിയാണ്. ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 60 രൂപയാണ് റേറ്റ്. അടുത്തത് ജാപ്പനീസ് ഹണിസക്കിളിൻ്റെ പ്ലാന്റ് ആണ്. ഇതിനും 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലാന്റ്സിൻ്റെ സൈസ്. ചെറുതായിരിക്കുമ്പോൾ തൊട്ട് പൂക്കളുണ്ടാവുന്ന നല്ല സ്മെല്ലുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് സാംബക്കസിൻ്റെ പ്ലാന്റ്. വൈറ്റ് കളറിൽ പൂക്കൾ തരുന്ന നല്ലൊരു കുറ്റിച്ചെടിയാണിത്. നമുക്ക് പോട്ടിലാണെങ്കിലും നിലത്ത് തടമെടുത്താണെങ്കിലും പെട്ടി ഒതുക്കി നിർത്താവുന്ന ഒരു പ്ലാന്റുമാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഡോംബെയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഡോംബെയ പ്ലാന്റിൽ ലൈറ്റ് റോസ് കളറിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നല്ല റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. 120 ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് നന്ദ്യാർവട്ടത്തിൻ്റെ സിംഗിൾ പെറ്റലാണ് കേട്ടോ. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഈ കാണുന്ന ക്രീപ്പർ പ്ലാന്റ് ആണ് പ്രിൻസസ് വൈൻ. ഇതിൻ്റെ ഇലകൾ ഭംഗിയാണെന്ന് മാത്രമല്ല, ഇതുപോലെ നൂലുകളായിട്ട് പിങ്ക് ഷെയ്ഡിൽ ഒരുപാട് ഹാങ് ചെയ്ത് കിടക്കും. നല്ല ഭംഗിയാണ് കാണാൻ. 55 രൂപയാണ് ഇതിന് ഓഫർ റേറ്റ് വരുന്നത്. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഈ കളറിൽ ഇതുപോലെ ഹാങ് ചെയ്ത് വരുന്നതായിരിക്കും കേട്ടോ.
അടുത്തത് ഗാർഡേനിയയുടെ യെല്ലോ കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. 3 ദിവസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കളറിലായിരിക്കും പൂക്കൾ കാണുക. ഓറഞ്ച്, യെല്ലോ, വൈറ്റ് അങ്ങനെ 3 കളറിൽ പൂക്കൾ കാണാൻ പറ്റും. 70 രൂപയാണ് ഈ സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത്. യെസ്റ്റർഡേ ടുഡേൻ്റെ 3 ദിവസം 3 കളറിൽ തന്നെ പൂക്കൾ തരുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. ഈ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് ക്ലെറോഡെൻഡ്രോൺ അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നറിയപ്പെടുന്ന ചെടി. ഈ സൈസിലുള്ള ക്ലെറോഡെൻഡ്രോണിൻ്റെ പ്ലാന്റിന് 40 രൂപ മാത്രമേ നമുക്ക് ഓഫർ റേറ്റ് വരുന്നുള്ളൂ. അധികം കെയറിങ് ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റും അങ്ങനെ തന്നെയാണ്, അധികം കെയർ ചെയ്യാതെ വളർത്താം. ആമസോൺ ബ്ലൂ എന്നും ഇതിനൊരു പേരുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ്. ഗ്രീൻ കളറുള്ള ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉണ്ട്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ്. അടിപൊളിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. മഴയും വെയിലും കുഴപ്പമില്ലാതെ ഒരുപോലെ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ കാണുന്ന ഇംപേഷ്യൻസ് റിപ്പൺസ്. അടുത്ത പ്ലാന്റ് മണിമുല്ലയാണ് കേട്ടോ. മണിമുല്ലയുടെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 60 രൂപ റേറ്റ് വരുന്നുള്ളൂ. നല്ല പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നാടൻ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ, നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. 100 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് പാരിജാതത്തിൻ്റെ പ്ലാന്റ് ആണ്. പാരിജാതവും നല്ല മണമുള്ള പൂക്കൾ തരുന്ന ഒരു നല്ല പ്ലാന്റ് ആണ്. രാത്രിയിലാണ് പൂക്കൾ വിരിയുന്നത്. രാത്രിയിൽ വിരിയുന്ന പൂക്കൾക്കെല്ലാം സാധാരണയിൽ കൂടുതൽ സ്മെല്ലുണ്ടാവും. ചെറിയ പൂക്കളാണ്, പക്ഷെ ഒരുപാട് പൂക്കളുണ്ടാവും. ഈ സൈസിലുള്ള പ്ലാന്റ് നമ്മൾ 170 രൂപയ്ക്കാണ് ഓഫർ റേറ്റിൽ തരാൻ പോകുന്നത്. ജിഫി സൈസിലുള്ള കുറച്ച് സിങ്കോണിയം പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതിനൊരെണ്ണത്തിന് 30 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. പുതിയ പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് വേണ്ട ഒരു സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. 30 രൂപയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്സ് കിട്ടും. അതുപോലെ തന്നെ മെലസ്റ്റോമയുടെ വൈറ്റ് ആണ് കേട്ടോ, 40 രൂപയുടെ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇത് ലിപ്സ്റ്റിക്കിൻ്റെ ഫയർ വർക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് 50 രൂപയ്ക്കാണ് നമ്മൾ തരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്തോളൂ കേട്ടോ.